നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് കുറച്ച് ഓഫീസ് ഫ്രാഗ്രൻസസ് ആണ്. അതായത് ഓഫീസ് ഫ്രാഗ്രൻസസിന് പൊതുവേ ഞാൻ പ്രിഫർ ചെയ്യുന്ന കുറച്ച് ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് ഒരു ശല്യമാകരുത് ഒരിക്കലും. ചില നല്ല ഫ്രാഗ്രൻസസ് കുറേ നേരം മണത്ത് കഴിഞ്ഞ് കഴിയുമ്പം വലിയ പ്രശ്നമായി പോകും. അങ്ങനത്തെ ഫ്രാഗ്രൻസ് ഉണ്ട്. കഴിവതും നമ്മളോട് ചുറ്റിപ്പറ്റി തന്നെ നിൽക്കണം. എന്നാൽ ആൾക്കാർ അടുത്ത് വരുമ്പോൾ നമ്മുടെ ആ ഒരു സെൻറ്റ് ബബിൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യണം. പിന്നെ രണ്ട്, നല്ല റിഫ്രഷിങ് ആയിരിക്കണം. ഡാർക്ക് സാധനങ്ങളൊക്കെ ഓഫീസിൽ അടിച്ചുകൊണ്ട് വരുന്നവരൊക്കെ ഉണ്ട്. ഭയങ്കര പാടാണ് അത് മറ്റുള്ളവർക്ക്. കാരണം അവരൊന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ നല്ലതാണെന്ന് നിങ്ങളോട് പറയുകയും ചെയ്യും. അത് കഴിയുമ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്കിങ്ങനെ സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റുന്ന ഇതായിരിക്കില്ല. അപ്പോൾ ഇന്നൊരു 3-4 അഫോർഡബിൾ, നമ്മളിതൊരു ലൈനായിട്ട് അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസസ് എന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് കയറി അങ്ങ് പോവാം. അതായിരിക്കും നല്ലത്. അതാകുമ്പം വേണ്ടവർക്ക് അവരുടെ ആ ഒരു ഇത് കഴിയുമ്പോൾ അവിടെ നിർത്താമല്ലോ. ബാക്കി കുറച്ച് കമ്പാരിസൺ ചെയ്യാം. ആർക്കും എന്തും മേടിക്കാൻ കേട്ടോ, അങ്ങനെയൊന്നുമില്ല. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സമയം കളയാതെ. ആദ്യം റിവ്യൂ ചെയ്യാൻ പോകുന്നത് റസാസിയുടെ ഫത്താൻ എന്ന് പറഞ്ഞ ഒരെണ്ണം. ഇത് ടെർഡി ഹെർമിസിൻ്റെ ഒരു ക്ലോണാണ്. അപ്പം ടെർഡി ഹെർമിസിൻ്റെ ആ ഒരു ക്രിസ്പി ലെമൺ വൈബ് ശരിക്കും ഇത് ഇതിനകത്തോട്ട് കൊണ്ടുവരാനായിട്ട് അവർക്ക് ശരിക്കും നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വുഡി സിട്രസ് എർത്തി ലെമൺ എന്നാണ് ഫ്രാഗ്രൻസ് വേൾഡിൽ പൊതുവെ ഈ ടെർഡി ഹെർമിസിൻ്റെ ആ ടൈപ്പ് ഓഫ് ലെമൺ അറിയപ്പെടുന്നത്. അതൊരു ഭയങ്കര ക്രിയേഷൻ ആയിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ഡിസ്കവറിയാണ്. അത് വളരെ അപൂർവം ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്, പക്ഷേ ഒരിക്കലും ഒഫെൻസീവ് അല്ല ആർക്കൊന്നും. നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന്. ഒന്ന് രണ്ടെണ്ണം കൂടെ കൊടുക്കാം. നല്ല ആ ഒരു ഇത് ശരിക്കും ഇത് ക്യാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്ലോണാണ് ഇത്. ടെർഡി ഹെർമിസിൻ്റെ നല്ല പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് പോലും എനിക്ക് മൂക്കിലടിക്കുന്നുണ്ട്. റസാസി ഫത്താൻ കേട്ടോ. റസാസി ഫത്താൻ കണ്ടോ. ഫത്താൻ പൂർ ഹോം. അപ്പം ഇതിൻ്റെ ഒരു കുഴപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മില്ലി ഇത് കിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് അടിക്കേണ്ട, ഒരു 8-9 സ്പ്രേ അടിച്ചാൽ മതിയോ. ഒരുപാട് അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം 50 മില്ലിയേ കിട്ടുള്ളൂ. ഇതിന് 1500 2000 റേഞ്ചാണ് ഇതിന് ഉള്ളത്. പക്ഷേ ടെർഡി ഹെർമിസിൻ്റെ നല്ലൊരു ക്ലോണാണ് കേട്ടോ. നല്ലൊരു ക്ലോണാണ്. അപ്പം ടെർഡി ഹെർമിസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സൈഡ് ടു സൈഡ് കമ്പാരിസൺ അടിക്കാം. ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ക്ലോണാണ് കേട്ടോ. ഞാൻ അടിച്ചു നോക്കിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം ഇതുണ്ട്. നമ്മളുടെ കേരളത്തിൽ ഇതൊരു 6 മണിക്കൂറോളമൊക്കെ നിൽക്കും കേട്ടോ. രാവിലെ നിങ്ങൾ പോയാൽ ഒരു 6 മണിക്കൂറോളമൊക്കെ നിൽക്കും. പിന്നെ 2 മണിക്കൂർ സ്കിൻ സെൻ്റായിട്ട് നിൽക്കും. നല്ലൊരു ക്ലോണാണ്. പിന്നെ ഇത് പ്രൈസ്, ഇത് യൂണിസെക്സ് അല്ല, മെയിലാണ്. അത്യാവശ്യം മെയിൽ ഫാക്ടർ ഇതിനകത്തുണ്ട്. ആ ഒരു എർത്തി ക്രിസ്പി ലെമൺ മെയിൽസിന് മാത്രം പറ്റിയതാണ്. വേറെ പ്രത്യേകിച്ച് ഓൾ ഇയർ റൗണ്ടാണ്. പ്രത്യേകിച്ച് ഒക്കേഷൻസ് ഒന്നുമില്ല. വിൻ്റർ സമ്മർ എല്ലായിടത്തും എപ്പോൾ ഏത് സീസണ് വേണേലും അടിക്കാം കേട്ടോ. അതൊന്ന്. രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ വേറൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചീപ്പ് ഫ്രാഗ്രൻസ് ആണ്. വെർസാഷെ ബ്ലൂ ജീൻസ് എന്ന് പറയും. ഇത് വെറും ഒരു 1500 രൂപ ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. വെറും അല്ല, 1500 രൂപ ഉണ്ട് ആ റേഞ്ചിൽ കിട്ടുന്ന ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ വെർസാഷെയാണ്. അത്യാവശ്യം നല്ലൊരു ഫ്രഷാണ്. നല്ലൊരു ഫ്രഷ് ഫ്രാഗ്രൻസ്. ഇത്രയും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അതാണ് അതിൻ്റെ ഒരു ഇത്. നല്ല ഒരു ഹൃദ്യമായ സ്മെല്ല് അതിനകത്ത് നിന്ന് വരുന്നത് കേട്ടോ. അതിൻ്റെ ഒരു നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരോമാറ്റിക് ഫ്രഷ് സ്പൈസി വുഡി സിട്രസ് വാനില പൗഡർ ഈ നോട്ടാണ് വരുന്നത്. അപ്പം നല്ല സിട്രസസ് ഉണ്ട്, നല്ലൊരു പൗഡറിനെസ് ഉണ്ട്. കണ്ടമാനം നോട്ട് പറഞ്ഞിട്ടുണ്ട്. പഴയ ഫ്രാഗ്രൻസുകളൊക്കെ അങ്ങനെയാണ്. ഇപ്പം ടോപ്പാണ് സിട്രസ്, ബെർഗമണ്ട്, ജൂനിപ്പർ, അനീസ്, ബ്രസീലിയൻ റോസ്വുഡ്, ബേസിൽ, മിഡിൽ ലാവെൻഡർ, റോസ്, കാർണേഷൻ, ജാസ്മിൻ, ജെറമിൻ. ഇതൊന്നും പകുതി എന്നാന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ കുറേ സാധനം കൂടി ചേർന്നുണ്ടായതാണ്. കുഴപ്പമില്ല, നല്ലതാണ്. വലിയ വിലയില്ല. ഓഫീസിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യും. വലിയൊരു ആർക്കും ഒരു ഒഫൻസ് ഉണ്ടാക്കുന്നത്. ഇതുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതുണ്ട്, ഇത് ഏതാണ്ട് തീരാറായി. ഞാൻ എപ്പോഴും അടിച്ചുകൊണ്ട് പോകുന്ന കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നല്ലൊരു ഇന്നൊഫെൻസീവ് ഫ്രാഗ്രൻസ് കേട്ടോ. ഇത് വെർസാഷെ ബ്ലൂ ജീൻസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈയിടെ മേടിച്ചത് റസാസിയുടെ ഷഗാഫ്, നെഫ്സൽ ഷഗാഫ് എന്ന് പറയും.
അസാസി. ഇത് നമ്മുടെ അഫ്നാൻ 9 AM ഡൈവുമായിട്ട് നല്ല സാമ്യമുണ്ട്. ഈ ഓപ്പണിങ് ഭയങ്കര സെഡക്റ്റീവാണ്, നല്ല അടിപൊളിയാണ് ഈ ഓപ്പണിങ് എന്ന് പറയുന്നത്. ഷാഗാഫ് പൂർ ഹോം എന്നറിയപ്പെടുന്നത് ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല. നഫ്സൽ ഷാഗാഫ് പൂർ ഹോം കണ്ടോ, നല്ലൊരു ഇതാണ്. പക്ഷേ ഒരു അല്പം ഡ്രൈ ഡൗൺ, ഒരല്പം സിന്തറ്റിക് ആണ്. അതൊഴിച്ച് നിർത്തിയാൽ അത്യാവശ്യം ഒരു 6 മണിക്കൂർ പെർഫോം ചെയ്യും. ആദ്യത്തെ ഒരു 2 മണിക്കൂർ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും. ഇന്നൊഫെൻസീവാണ്, ആർക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കത്തില്ല. ഓഫീസിൽ സുഖമായിട്ട് അടിച്ചുകൊണ്ട് പോകാം. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരു 2000 to 3000 ആ റേഞ്ചിലാണ് സാധാരണ വരിക. പക്ഷേ ഓഫർ ഉള്ളപ്പോൾ ഒരു 1750 ആ റേഞ്ചിലൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ സൗദി മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള നമ്മളുടെ പ്രേക്ഷകർക്ക് എളുപ്പമായിരിക്കും ഇത് കിട്ടാനായിട്ട്. കാരണം ഈ മിഡിൽ ഈസ്റ്റ് ബേസ്ഡ് ആയത് കാരണം ഇതൊരു നല്ല സാധനമാണ് കേട്ടോ, കുഴപ്പമില്ല. അത്യാവശ്യം ഓഫീസിലൊക്കെ അടിച്ചുകൊണ്ട് പോകും. ഞാനിത് പയ്യെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സിന്തറ്റിക് ഡ്രൈ ഡൗൺ ഉണ്ട് ഒരല്പം, ഒരു ഇച്ചിരി ഒരു മെറ്റാലിക് സിന്തറ്റിക് രീതിയിൽ ആ ഡ്രൈ ഡൗൺ മണക്കും. ഇതിൻ്റെ നോട്ട്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാഗ്രാൻറ്റിക്ക് കണ്ടമാനം പരസ്യം. അതൊന്ന് നോട്ട്സ് ഒന്ന് എടുക്കാൻ നോക്കിയിട്ട് അവർ സമ്മതിക്കത്തില്ല. സ്വീറ്റ് ഫ്രൂട്ടി വാനില പൗഡറി മസ്കി ഫ്രാഗ്രൻസാണ് വരുന്നത് കേട്ടോ. മസ്ക് നന്നായിട്ടുണ്ട്, നല്ല മസ്ക് ഹെവിയാണ്, ഫ്രൂട്ടിനെസ് ഉണ്ട്, സ്വീറ്റാണ്, ചെറിയൊരു യെല്ലോ ഫ്ലോറൽ നോട്ടും ചെറിയൊരു റോസൊക്കെ അവിടെ എവിടെയോ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട്സ് വരുന്നത് ഫ്ലോറൽ, ഫ്രൂട്ടി നോട്ട്, മസ്ക്, ഇലാങ് ഇലാങ്, റോസ്, ടോങ്ക ബീൻ, വനില, സാൻഡൽവുഡ്, ഓർക്കിഡ്, ഇതൊക്കെ കൂടിയാണ് ഇത്. കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു ഫ്രാഗ്രൻസാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോമും ചെയ്യും. അഫ്നാൻ 9AM നല്ല സാദൃശ്യമുണ്ട്. ചിലർ പറയുന്നുണ്ട് അഫ്നാൻ 9AM ഇതിൻ്റെ ക്ലോണാണെന്ന്, മറ്റു ചിലർ പറയുന്നു അഫ്നാൻ 9AM ക്ലോണാണ് ഇതെന്ന്. അപ്പം കുട്ടികൾ ഇത് ഇഷ്ടമുള്ളത് എടുത്തോളൂ. ഓക്കെ, അതാണ് അങ്ങനെ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്മൽ ഷാഡോ ഐസ്. ഇത് എൻ്റെ ഒരു ഓഫീസിൽ പോകാനുള്ള ഒരു ഫേവറേറ്റ് ചെയ്തുകൊണ്ട് ഇവന്മാർ അജ്മൽ കുറച്ച് ഐസൊക്കെ മേളിൽ ഇട്ടിട്ടുണ്ട്. ഇത് കുലുങ്ങുന്നൊക്കെ കണ്ടോ, ഷാഡോ ഐസ് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ഒരു 10,000-2000 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് ഇത്. ആൽക്കഹോൾ, നല്ലൊരു ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ് ഇത്. ഒരു 6 മണിക്കൂറൊക്കെ നന്നായിട്ട് നിന്ന് പെർഫോം ചെയ്യും. നല്ല രീതിയിലുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. ഇതിൻ്റെ നോട്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് നല്ലൊരു സെൻ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ലെവൻഡർ, സോഫ്റ്റ് സ്പൈസി ആരോമാറ്റിക്, വൈറ്റ് ഫ്ലോറൽ, സിട്രസി ഫ്രാഗ്രൻസ് ആണ് ഇതിൻ്റെ നോട്ട്സ് വരുന്നത്. ടോപ്പ് നോട്ട് ബെർഗമണ്ട്, മണ്ടറിൻ, മിഡിൽ നോട്ട് ലാവെൻഡർ, ജാസ്മിൻ, റോസ്, പിന്നെ നെറോളിൻ ജെറേനിയം ഉണ്ട്. പിങ്ക് പെപ്പർ ബേസ്, സാൻഡൽവുഡ്, പിങ്ക് പെപ്പർ, നട്ട്മെഗ് ബേസ് വരുന്നത്. നല്ല ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യും, സൂപ്പറാണ്. അത്യാവശ്യം 5-6 മണിക്കൂർ ലോങ് ലാസ്റ്റിങ്, ഓഫീസ് സേഫാണ്, വളരെ സേഫാണ് കേട്ടോ. അടുത്ത സാധനത്തിൻ്റെ പേരാണ് ആസാരോ ക്രോം യുണൈറ്റഡ്. ഇത് നമുക്ക് കയ്യെ സ്പ്രേ ചെയ്യാം. ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഒരു 3000 റേഞ്ച് വരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പം ഇത് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇതിനകത്ത് ടീ നോട്ടുള്ള കാരണം. ഓസോണിക് സിട്രസി ഗ്രീൻ ഫ്രഷ് സ്പൈസി ഓസോണിക് സിട്രസി ഫ്രാഗ്രൻസ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ടീ നോട്ടുള്ളത് കാരണം. യൂണിസെക്സ് ആണ്, 4-5 മണിക്കൂർ പെർഫോമും ചെയ്യും. ആർക്കും വേണ്ട ഓഫീസിലടിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇത് മണത്ത് നോക്കിയിട്ട് വാങ്ങിക്കുക. പക്ഷേ ഇന്നൊഫെൻസീവാണ്, ആർക്കും അങ്ങനെ ഒരു മണത്ത് നോക്കിയിട്ട് നേരം പറയില്ല. അത്യാവശ്യം ഫ്രഷ് കേട്ടോ. നല്ലൊരു 5-6 മണിക്കൂർ ഇത് നന്നായിട്ട് പെർഫോം ചെയ്യും. ആദ്യത്തെ 3 മണിക്കൂർ നല്ല പ്രൊജക്ഷനും ഉണ്ടാകും. ബെർഗമോട്ടും കൊറിയാൻഡറും സെഷ്വാൻ പെപ്പറുമാണ് ടോപ്പ് നോട്ടിൽ വരുന്നത്. നമുക്ക് ബെർഗമോട്ടാണ് കിട്ടുന്നത്. പെപ്പറൊക്കെ ചെറിയൊരു കോൺട്രാസ്റ്റിന് വേണ്ടി ചേർത്തിരിക്കുന്നതായിരിക്കും. പിന്നെ വയലറ്റ് ലീഫും ബ്ലാക്ക് ടീയുമാണ് മിഡിലിൽ വരുന്നത്. ഏറ്റവും അടിയിൽ മസ്കും സീഡറും, ചെറിയൊരു വുഡി മസ്കി ബാക്ക്ഗ്രൗണ്ടിൽ. ഇന്നൊഫെൻസീവാണ്, നല്ല സ്മെല്ലാണ്, ഞാനതാ കൈയടിച്ചത്. അപ്പം ഇത്രയൊക്കെയാണ് ഫ്രാഗ്രൻസസിൻ്റെ കാര്യങ്ങൾ. ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനിയിപ്പം അടുത്തതിനകത്ത് നമുക്ക് കുറച്ച് ഡിസൈനർ ഓഫീസ് ഫ്രാഗ്രൻസ് ചെയ്യാം. അതായത് ഇതുപോലത്തെ പ്രാഡ ലോം, ലെബോ പാരഡൈസ് ഗാർഡൻ, പിന്നെ മൻസീറ സെദ്രാത്ത് ബോയ്സെ, പിന്നെ ഡിയോ റോസ് വാഷ്, YSL EDT, പിന്നെ YEDT,
പിന്നെ നാർസിസോ റോഡ്രിഗസ് ബ്ലൂ നോർ, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ അത് പതിയെ നമുക്ക് അടുത്ത ഇതിൽ റിവ്യൂ ചെയ്യാം. ഡിസൈനർ ഫ്രാഗ്രൻസസ് കുറച്ചുകൂടെ ഒരു മിഡിൽ ഈസ്റ്റേൺ ഉണ്ട്. ഒരു എപ്പിസോഡൂടെ കഴിഞ്ഞിട്ട് അടുത്ത ഓഫീസ് ഡിസൈനർ ചെയ്യാം, അത് കഴിഞ്ഞ് നീഷ് ഓഫീസ് ഫ്രാഗ്രൻസസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊരു സീരിയസ് ആയിട്ട് അങ്ങ് പൊക്കോട്ടെ. അപ്പോൾ ഓഫീസ് ആൾക്കാർക്ക് നല്ലൊരു വൈഡ് അറേ ഓഫ് സെലക്ഷൻസ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നന്ദി. എല്ലാവർക്കും നല്ലത് വരട്ടെ. കമൻറ്റ് ഇടുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ചില ഫ്രാഗ്രൻസ് ഒക്കെ റിവ്യൂ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. ചിലതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യാം കേട്ടോ. അപ്പം നന്ദി, നമസ്കാരം, ബൈ.